ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജ്യോതിസ് കിച്ചൻ. ഇന്ന് നമ്മുടെ റെസിപ്പി ഒരു പയർ കറിയാണ്. പയർ മസാല എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. സാധാരണ നമ്മൾ പുട്ട് ചോറിനൊക്കെ പയർ വയ്ക്കാറുണ്ട്. ഇത് ചപ്പാത്തി, നാൻ, പൂരി, റൈസ്, പുട്ട്, അപ്പം, ഇടിയപ്പം എല്ലാറ്റിനും കൂടി മാച്ചാകുന്ന ഒരു പയർ മസാലയാണ്. വരൂ വീഡിയോയിലേക്ക് പോകാം. പയർ കറി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇവിടെ ഒരു കപ്പ്, ഒരു 1.5 കപ്പോളം അത് അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് പയർ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഒരു വലിയ സവാള നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 4 പച്ചമുളക് അരിഞ്ഞതുണ്ട്. പിന്നെ ഒരു ടൊമാറ്റോ നീളത്തിലരിഞ്ഞത്. പിന്നെ വേണ്ടത് ഹോൾ സ്പൈസസ്, പട്ട, ഗ്രാമ്പ്, ഏലക്ക, സ്റ്റാർ അനീസ്, ഇതൊക്കെയാണ്. നമ്മളൊരു കടായി ഗ്യാസിൽ വെച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. ഏതെങ്കിലും ഒരു കുക്കിംഗ് ഓയിൽ. ഇവിടെ ഞാൻ കോക്കനട്ട് ഓയിലാണ് ഒഴിക്കുന്നത്. ഇത് പെട്ടെന്ന് വയ്ക്കാൻ പറ്റിയ ഒരു പയർ കറിയാണ്. ഇത് ചപ്പാത്തി, പൂരി, ചോറ് ഇതിൻ്റെ കൂടെയൊക്കെ നല്ല മാച്ചാവുന്ന ഒരു കറിയാണ്. ആദ്യം സ്പൈസസ് ഇട്ടിട്ട് നമുക്ക് നറുക്കി വെച്ച പച്ചമുളകും ഓനിയനും കൂടി ഇടാം. ഇട്ടിട്ട് കുറച്ച് കളർ മാറുന്ന വരെ നമുക്ക് വഴറ്റാം. 2 ഉപ്പ് കൂടി ഇട്ടിട്ട് ലൈറ്റായിട്ട് കളർ മാറിയിട്ട് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ ചേർക്കാം. അല്ലെങ്കിൽ വെളുത്തുള്ളി നീളത്തിൽ ഉലിച്ചതും അരക്കിയതും ജിഞ്ചർ നീളത്തിൽ അല്ലെങ്കിൽ ചാപ്പ് ചെയ്തതോ കൂടി ഇടാം. അല്ലെങ്കിൽ പേസ്റ്റായിട്ട് ഇടാം. അത് അവരവരുടെ ഇഷ്ടമനുസരിച്ചാണ്. അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകും അങ്ങനെ കിടക്കുമ്പോൾ. ജിഞ്ചറും ഗാർലിക്കും ചതച്ചത് 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇതും കൂടി നമുക്കിട്ട് കുറച്ച് ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് വഴറ്റാം. സവാള കളർ മാറി തുടങ്ങി കുറച്ച് പിങ്ക് കളറായിട്ടുണ്ട്. ഇനി നമുക്ക് പൗഡർ ഐറ്റംസ് ചേർക്കാം. 1.5 ടീസ്പൂൺ മുളക് റെഡ്ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ഇട്ടിട്ട് നമുക്ക് വഴറ്റാം. കുറച്ച് പച്ചമണം മാറിയിട്ട് നമുക്ക് ടൊമാറ്റോ ചേർക്കാം. മുളക് പൊടിയുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇപ്പോൾ ടൊമാറ്റോ ചേർത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് കുറച്ച് വഴറ്റിയിട്ട് നമുക്ക് അതിലേക്ക് വേവിച്ച് വെച്ച പയറും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യണം. ആ പയർ, ആ മസാല, തക്കാളി എല്ലാം കൂടി നല്ലതുപോലെ ഗ്രേവി തിക്ക് ഇതായിട്ട് വരുമ്പം നമുക്ക് തിളച്ച വെള്ളം ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. തിളച്ച വെള്ളം 1 കപ്പ് ചേർത്ത് തിളപ്പിക്കാം. തിളച്ച വെള്ളം 1 കപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് അടച്ച് വച്ചിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്ത് തിക്കായിട്ട് വരുന്നവരെ നമുക്ക് കുക്ക് ചെയ്യാം. നമ്മുടെ ഗ്രേവി റെഡിയായിട്ടുണ്ട്. നല്ലതുപോലെ തിക്കായിട്ടുണ്ട്. കുറച്ചുകൂടി നമുക്ക് പുട്ടിനൊക്കെ കുറച്ചുകൂടി ഗ്രേവി വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി തിളച്ച വെള്ളം ഒഴിക്കാം. ഇപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് ആവശ്യമാണെങ്കിൽ ഉപ്പ് ചേർക്കാം. ഇതിൻ്റെ മുകളിൽ നമുക്ക് സെർവ് ചെയ്യുമ്പം 1 പീസ് ബട്ടർ അല്ലെങ്കിൽ നെയ്യും കൂടി വച്ചിട്ട് കൊത്തമല്ലി ചീരയും വച്ച് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുമ്പം നല്ല ടേസ്റ്റും മണവുമായിരിക്കും. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മസാലയാണ്. ഗ്രേവി നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇറക്കിയിട്ട് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ പയർ കറി അല്ലെങ്കിൽ പയർ മസാല റെഡിയായി. ഇത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഇതിൻ്റെ മുകളിൽ ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ചിട്ട് കോരിയണ്ടർ ലീവ്സ് വിതറിയിട്ട് നമുക്ക് സെർവ് ചെയ്യാം. കൊച്ചു കുട്ടികൾക്ക് പോലും കൊടുക്കാൻ പറ്റിയ ഒരു കറിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആദ്യമായിട്ട് ജ്യോതിസ് കിച്ചൻ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കനെയും ക്ലിക്ക് ചെയ്ത് ആൽ എന്നുള്ളൊരു ഓപ്ഷനും ക്ലിക്ക് ചെയ്താൽ ഞാൻ എന്നും ഇടുന്ന റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടനുക്കുടൻ കിട്ടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.